ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് സാറേ. ഞാൻ കൂട്ടിലങ്ങാടിന്ന് 2 ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്നലെ വിളിക്കാം, പിന്നെ അടുത്ത ദിവസം വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. ഓക്കെ. ഹലോ യെസ്, പറഞ്ഞോളൂ സാറേ. ഞാൻ കൂട്ടിലങ്ങാടിന്ന് വിളിക്കുന്നത്. പേര് അബ്ദുൽ ഗഫൂർ, ഷോപ്പ് മൊബൈൽ ഗാലറി. ഞാനൊരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ പിന്നെ സാറിന് അറിയോന്ന് അറിയില്ല. ഈ ട്രായ് നമ്മളെ പിന്നെ നെറ്റ് ബാലൻസ് ഇല്ലാത്തുമ്പോ മെയിൻ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവാതെക്കാൻ വേണ്ടിട്ട് ഒരു മെസ്സേജ് അയക്കലുണ്ട്. സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ട് 1925 അതിൽ എന്താന്ന് പറഞ്ഞാൽ അതിൽ കംപ്ലീറ്റ് നെറ്റേ കണക്ട് ആവില്ല. അതെ, നമ്മളെ BSNL മാത്രമുള്ള ഒരു ഇഷ്യൂ ആണത്. അതായത് ഓഫർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യണം എന്നാണ് ട്രായ് പറയുന്നത്. ട്രായ് അതിനു വേണ്ടി കൊടുക്കുന്നൊരു ഓപ്ഷനാണ്. പക്ഷെ നമ്മള് BSNL അങ്ങനെ ഒരു സംവിധാനം നിലവിലില്ല. അതിപ്പോ അടുത്ത കാലത്തായിട്ടാണ് അറിയാൻ തുടങ്ങിയത്. പല കസ്റ്റമർക്ക് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കസ്റ്റമർ തിരിച്ചു വന്നിട്ട് പരാതി പറയും നെറ്റ് കിട്ടുന്നില്ല. അപ്പൊ നോക്കുമ്പോ അവർക്ക് നെറ്റ് പാക്ക് ആക്റ്റീവ് ആയ ഒരു മെസ്സേജ് വരാണ്. ഇങ്ങനെ പ്ലാൻ ആക്റ്റീവ് അല്ല, കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ 1925 സ്റ്റാർട്ട് ചെയ്തിട്ട് മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. ശരിക്കും ആ മെസ്സേജ് വരല് മറ്റുള്ള കമ്പനികളിലുണ്ട്. പക്ഷെ മറ്റുള്ള കമ്പനി പ്ലാൻ തീരുമ്പോഴാണ് ആ മെസ്സേജ് വരല്. ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാനിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ തീർന്നു കഴിഞ്ഞാല് സ്റ്റാർട്ട് 1925 എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് മൊത്തത്തിൽ നെറ്റ് കണക്ട് ആവാനുള്ളതാണ്. അത് നമ്മുടെ ഓഫർ ചെയ്യുന്നോ കാശ് വന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ല. പുതിയ അതായത് 2015 സെപ്റ്റംബർ 1 മുതൽ കൃത്യമായ ഡേറ്റ് ആണ്. 2015 സെപ്റ്റംബർ 1 മുതൽ ട്രായ് റെഗുലേഷൻ വെച്ച് എല്ലാ കമ്പനിക്കാരും പുതിയ കണക്ഷൻ കൊടുക്കുമ്പോൾ അത് MN പോർട്ടിന് ആയിക്കോട്ടെ, പുതിയ കണക്ഷൻ ആയിക്കോട്ടെ, അതില് നമ്മള് കസ്റ്റമർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നെറ്റ് ആക്റ്റീവ് ആയി കൊടുക്കാവൂ എന്നുള്ള ഒരു നിബന്ധന. അതെ സാർ, നിങ്ങള് പിന്നെ അതിന്റെ PDF ഫയൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഏതിന്റെ? അതിലാ ട്രായിന്റെ റെഗുലേഷൻ വന്നതില്. ട്രായിന്റെ ഞങ്ങൾക്ക് ട്രായിടതല്ല, നമുക്ക് ഇവിടുന്ന് നമ്മുടെ സർക്കിൾ ഓഫീസിനുള്ള. അത് സംഭവം ഞാൻ പറയില്ലേ, ഈ ട്രായിന്റെ റെഗുലേഷൻ വന്നത് അങ്ങനെയല്ല ഉള്ളത്. ട്രായിന്റെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ വന്ന 2015 റെഗുലേഷൻ ഈ കസ്റ്റമേഴ്സ് മൊത്തം കംപ്ലൈന്റ് പറഞ്ഞിട്ട് ട്രായ് കൊടുക്കുന്നത്. അഥവാ നെറ്റ് ബാലൻസ് തീർന്നു കഴിഞ്ഞാൽ മെയിൻ അക്കൗണ്ടിൽ പൈസ പോയില്ല. നെറ്റിന്റെ മാത്രമല്ല, അതുകൊണ്ട് മാത്രമല്ല. അതായത് ഇന്നിപ്പോ ഒരുപാട് കേസുകൾ ഈ ഫോണൊക്കെ സ്മാർട്ട് ഫോണാണ് വരുന്നത്. ഇത് അറിയാണ്ടെങ്ങാനും ഞെക്കിക്കഴിഞ്ഞാല് നെറ്റ് വെറുതെ